പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സർഫസ് കെമിസ്ട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ കേട്ട് പരിചയമുള്ള ഒരു ടേമാണ് കൊളോയിഡ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹൈസ്കൂൾ ക്ലാസ്സിൽ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊളോയിഡ്സിനെ കുറിച്ചാണ്. എന്താണ് കൊളോയിഡ്സ്, കൊളോയിഡ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഏതൊക്കെയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, അതുപോലെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് കൊളോയിഡ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എ ഫോം ഓഫ് മിക്സ്ചറാണ്. നമ്മൾ മുമ്പ് ഒരു മിക്സ്ചറിനെ കുറിച്ച് പഠിച്ചു. എ ഹോമോജീനസ് മിക്സ്ചർ ഓഫ് 2 or more than 2 components. ഏതായിരുന്നു അത്? നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് പഠിച്ചു സൊല്യൂഷൻ അല്ലേ. സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഹോമോജീനസ് മിക്സ്ചറാണ്. ഞാനിവിടെ ഒരു സൊല്യൂഷൻ എടുത്തിരിക്കുന്നു, സോൾട്ട് ഇൻ വാട്ടർ. ഇതൊരു ട്രൂ സൊല്യൂഷനാണ് അല്ലേ. നമുക്ക് പറയാം ട്രൂ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് ഹോമോജീനസ് മിക്സ്ചറാണ്. അവിടെ പാർട്ടിക്കിൾ സൈസ് വളരെ വളരെ ചെറുതായിരിക്കും, നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും വളരെ മൈന്യൂട്ടായിരിക്കും അല്ലേ. അത് ഇപ്പോൾ കുറച്ച് സമയം ആ സൊല്യൂഷൻ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിലെ പാർട്ടിക്കിൾസ് താഴെ സെറ്റിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. താഴെ സോൾട്ട് താഴെ സെറ്റിൽ ചെയ്യുമോ? ഒരു സോൾട്ട് ഇൻ വാട്ടർ അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് താഴെ സെറ്റിൽ ചെയ്യുന്നില്ല അല്ലേ. ഇനി നമ്മളൊരു ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സോൾട്ടിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ആ ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതൊരു ഹോമോജീനസ് മിക്സ്ചറാണ്, പാർട്ടിക്കിൾ സൈസ് വളരെ വളരെ ചെറുതാണ് അല്ലേ. ഇനി വേറൊരു മിക്സ്ചർ, സാൻഡ് ഇൻ വാട്ടർ അല്ലേ, മണലും വെള്ളവും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ഒരു മിക്സ്ചർ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ പാർട്ടിക്കിൾ സൈസ്. ഇവിടെ സാൻഡാണ്, നമുക്ക് അവിടെ കാണാൻ പറ്റും സാൻഡിൻ്റെ പാർട്ടിക്കിൾ സൈസ് വലുതാണ്. നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നേക്കഡ് ആയിക്കൊണ്ട് തന്നെ കാണാൻ പറ്റുന്ന അത്രയും വലിയ പാർട്ടിക്കിൾസ് ആണ് അവിടെ ഉള്ളത് അല്ലേ. അത് നമ്മൾ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ സാൻഡ് എന്ത് ചെയ്യുന്നു? താഴെ മിക്സറിൻ്റെ താഴെ അടിഞ്ഞുകൂടുന്നു അല്ലേ, സെറ്റിൽ ചെയ്യുന്നു അല്ലേ. ഇനി ഒരു ഫിൽട്ടർ പേപ്പർ എടുത്ത് നമ്മളത് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാലോ അതിലെ സാൻഡിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തൂടെ? സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള മിക്സ്ചറിന് പറയുന്ന പേരാണ് സസ്പെൻഷൻ. എന്താണ്? സസ്പെൻഷൻ. അപ്പോൾ സസ്പെൻഷനും ട്രൂ സൊല്യൂഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? അതിലെ പാർട്ടിക്കിൾ സൈസിലാണ് വ്യത്യാസമുള്ളത്. ട്രൂ സൊല്യൂഷന്റെ കേസിൽ പാർട്ടിക്കിൾ സൈസ് വളരെ വളരെ ചെറുതാണ്, എന്നാൽ സസ്പെൻഷനിൽ പാർട്ടിക്കിൾ സൈസ് വലുതാണ്, നമുക്ക് നമ്മുടെ നേക്കഡ് ആയിക്കൊണ്ട് തന്നെ കാണാൻ പറ്റുന്നു അല്ലേ. അതുപോലെ വേറെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമുക്കൊരു ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് അതിലെ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എന്താണ്? അതിലെ പാർട്ടിക്കിൾസ് താഴെ സെറ്റിൽ ചെയ്യുന്നു, കുറച്ച് സമയം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് സെറ്റിൽ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെയുള്ള മിക്സ്ചറാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രൂ സൊല്യൂഷനും ഒരു സസ്പെൻഷനും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ടിക്കിൾ സൈസിലാണ് അല്ലേ. ട്രൂ സൊല്യൂഷനിൽ പാർട്ടിക്കിൾ സൈസ് വളരെ ചെറുതാണ് അല്ലേ. അപ്പോൾ ഇൻ എ സൊല്യൂഷൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആർ അയോൺസ് ഓർ സ്മോൾ മോളിക്യൂൾസ്. വളരെ ചെറിയ മോളിക്യൂളുകളോ അയോണുകളോ ആയിരിക്കും ഒരു സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസ്. അതിൻ്റെ സൈസ് എന്തായിരിക്കും? സൈസ് ഈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ അല്ലേ. 1 നാനോമീറ്ററിനേക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുന്നത്? ഒരു ട്രൂ സൊല്യൂഷനിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ സൊല്യൂഷൻ നമ്മളിപ്പോൾ എന്താണ് ട്രൂ സൊല്യൂഷൻ, എന്താണ് സസ്പെൻഷൻ എന്നും പറഞ്ഞു. അപ്പോൾ ഒരു ട്രൂ സൊല്യൂഷനിൽ പാർട്ടിക്കിൾ സൈസ് ഈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ. എന്നാൽ സസ്പെൻഷന്റെ കേസിലോ? സസ്പെൻഷൻ ഇസ് എ ഹെട്രോജീനസ് മിക്സ്ചർ. ട്രൂ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോജീനസ് ആയിരുന്നു, എന്നാൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇസ് എ ഹെട്രോജീനസ് മിക്സ്ചർ ഇൻ വിച്ച് ദ പാർട്ടിക്കിൾ സൈസ് ഈസ് ലാർജർ ദാൻ 1000 നാനോമീറ്റർ. അപ്പോൾ സസ്പെൻഷന്റെ കേസിൽ പാർട്ടിക്കിൾ സൈസ് 1000 നാനോമീറ്ററിലും കൂടുതലായിരിക്കും. ഓക്കെ, പാർട്ടിക്കിൾ സൈസ് 1000 നാനോമീറ്ററിലും കൂടുതലായിരിക്കും. അതൊരു ഹെട്രോജീനസ് മിക്സ്ചറാണ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് ട്രൂ സൊല്യൂഷൻ, എന്താണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്. ഇനിയാണ് നമ്മൾ എന്താണ് കൊളോയിഡ് എന്ന് പറയുന്നത്. കൊളോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ട്രൂ സൊല്യൂഷന്റെയും സസ്പെൻഷന്റെയും ഇടയിലുള്ള ഒരു സ്റ്റേറ്റിന് പറയുന്ന പേരാണ് കൊളോയിഡ്സ്. എന്താണ്? ട്രൂ സൊല്യൂഷന്റെയും സസ്പെൻഷന്റെയും ഇടയിലുള്ള ഒരു സ്റ്റേറ്റിന് പറയുന്ന പേരാണ് കൊളോയിഡ്സ്. കൊളോയിഡ്സ് ഇസ് എ സ്റ്റേറ്റ് ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ. അങ്ങനെയാവുമ്പോൾ പാർട്ടിക്കിൾ സൈസ് എന്തായിരിക്കും? പാർട്ടിക്കിൾ സൈസ് ഈസ് ഇൻ ബിറ്റ്വീൻ 1 നാനോമീറ്റർ ആൻഡ് 1000 നാനോമീറ്റർ. 1 നാനോമീറ്ററിന്റെയും 1000 നാനോമീറ്ററിന്റെയും ഇടയിൽ പാർട്ടിക്കിൾ സൈസ് വരുന്ന ഒരു ഫിസിക്കൽ ഒരു സ്റ്റേറ്റ് ആണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. സൊല്യൂഷന്റെ ഒരു സ്റ്റേറ്റ്. ഓക്കെ, ദാറ്റ് മീൻസ് സൊല്യൂഷൻ മീൻസ് മിക്സ്ചറിന്റെ ഒരു സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ കൊളോയിഡ്സ് ഇസ് എ സ്റ്റേറ്റ് ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻ ആൻഡ് സസ്പെൻഷൻ. ട്രൂ സൊല്യൂഷനിലേക്കാളും പാർട്ടിക്കിൾ സൈസ് കൂടുതലായിരിക്കും. 1 നാനോമീറ്ററിനേക്കാളും പാർട്ടിക്കിൾ സൈസ് കൂടുതലായിരിക്കും. ബട്ട് സസ്പെൻഷനേക്കാളും കുറവായിരിക്കും. 1000 നാനോമീറ്ററിനേക്കാളും പാർട്ടിക്കിൾ സൈസ് കുറവായിരിക്കും, അല്ലേ? അപ്പോൾ വളരെ നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ചെറുതാണ്, വളരെ വളരെ മൈന്യൂട്ടായ പാർട്ടിക്കിൾസ് ആണ് സൊല്യൂഷനിൽ ഉണ്ടായിരിക്കുക. അതിനേക്കാളും വലുതായിരിക്കും കൊളോയിഡ്സിൽ. എന്നാൽ ഒരു സസ്പെൻഷനിലുള്ള അത്രയും പാർട്ടിക്കിൾ സൈസ് ഉണ്ടായിരിക്കുമോ? അത്രയും പാർട്ടിക്കിൾ സൈസ് ഉണ്ടായിരിക്കുകയില്ല. ഓക്കെ, അപ്പോൾ 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിൽ പാർട്ടിക്കിൾ സൈസ് വരുന്ന ഒരു മിക്സ്ചറിന്റെ സ്റ്റേറ്റിന് പറയുന്ന പേരാണ് കൊളോയിഡ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ കൊളോയിഡ് ഇസ് എ ഹെട്രോജീനസ് സിസ്റ്റം. അതൊരു ഹെട്രോജീനസ് മിക്സ്ചർ ആണ്. in which one substance is dispersed as very fine particle in another substance called dispersion medium. അപ്പോൾ എന്താണ് കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കൊളോയിഡ് എന്ന് പറയുന്ന ഒരു മിക്സ്ചറാണ്, ഒരു ഹെട്രോജീനസ് മിക്സ്ചറാണ്. അവിടെ 2 കോമ്പണൻസ് ഉണ്ട്. ഒരു സബ്സ്റ്റൻസ് മറ്റൊരു സബ്സ്റ്റൻസിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ സൊല്യൂഷന്റെ കേസ് പറയുമ്പോഴും അവിടെ 2 കോമ്പണൻസ് ഉണ്ടായിരിക്കും. ഒന്ന് സൊല്യൂട്ട്, ഒന്ന് സോൾവെന്റ്, അല്ലേ? കൂടുതൽ അളവിലുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? സോൾവെന്റ് എന്ന് വിളിക്കുന്നു. കുറവുള്ളതിനെല്ലാം നമ്മൾ എന്ത് വിളിക്കുന്നു? സൊല്യൂട്ട് എന്ന് വിളിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൊളോയിഡിന്റെ കേസിൽ അവിടെയുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അവിടെ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഇനി അവിടുത്തെ മീഡിയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ മീഡിയം. അപ്പോൾ 2 കോമ്പണന്റുകൾ ഡിസ്പേഴ്സ് ചെയ്ത് ഫോം ചെയ്ത ഒരു ഹെട്രോജീനസ് മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൊളോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിൽ ചോദിക്കും വാട്ട് ഇസ് മീൻ ബൈ കൊളോയിഡ്സ്. കൊളോയിഡിന്റെ ഡെഫിനിഷൻ ചോദിക്കും. അപ്പോൾ എന്താണ് കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? A colloid is a heterogeneous system in which one substance is dispersed as very fine particle in another substance called dispersion medium. Okay? നോക്കാം. ഒന്ന്, മിൽക്ക്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മിക്സ്ചറാണ് മിൽക്ക്. മിൽക്ക് ഒരു കൊളോയിഡൽ ഫോമിലുള്ള ഒരു മിക്സ്ചറാണ്. 2, ബ്ലഡ്. നമ്മുടെ ബ്ലഡ് കൊളോയിഡൽ ഫോമിലാണ്. ഹണി കൊളോയിഡൽ ഫോമിലാണ്. അതുപോലെ ഒരുപാട് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും. സ്റ്റാർ സൊല്യൂഷൻ ഒരു കൊളോയിഡൽ ഫോമിലുള്ള മിക്സ്ചറാണ് നമ്മുടെ കഞ്ഞിവെള്ളം. അതുപോലെ മഡി വാട്ടർ, അതുപോലെ ജലാറ്റിൻ, ഇതെല്ലാം എന്താണ്? കൊളോയിഡൽ ഫോമിലുള്ള മിക്സ്ചറുകൾക്ക് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞു ഡിസ്പേർഷൻ മീഡിയവും ഡിസ്പേഴ്സ്ഡ് ഫേസും. എന്താണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്? എന്താണ് ഡിസ്പേർഷൻ മീഡിയം? നമ്മുടെ സൊല്യൂഷന്റെ കേസിൽ സൊല്യൂട്ട്, സോൾവെന്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും. അപ്പൊ എന്താണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡിസ്പേഴ്സ്ഡ്. എന്താണ് അവിടെ ഡിസ്പേഴ്സ് ചെയ്യുന്നത്? ആ പാർട്ടിക്കിൾസ് ഏതാണ്? അതിനെയാണ് നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഡിസ്പേഴ്സ്ഡ് ഈസ് കോൾഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. And the medium in which the particles are dispersed is called dispersion medium. Okay, അപ്പോൾ ഏത് സബ്സ്റ്റൻസ് ആണോ അവിടെ ഡിസ്പേഴ്സ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ സൊല്യൂഷനിൽ നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കുന്ന പോലെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് വിളിക്കുന്നു. ഇനി ഏത് മീഡിയത്തിലാണോ പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ് ചെയ്യുന്നത് അതിന് നമ്മൾ സോൾവെന്റ്, സൊല്യൂഷനിൽ സോൾവെന്റ് എന്ന് പറയുന്ന പോലെ ഇവിടെ നമ്മൾ പറയുന്ന പേര് ഡിസ്പേർഷൻ മീഡിയം. Okay, the medium in which the particles are dispersed is called dispersion medium. Okay, അപ്പോൾ എന്താണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, എന്താണ് ഡിസ്പേർഷൻ മീഡിയം എന്ന് പഠിച്ചു.
ഓക്കെ ആണല്ലോ. അപ്പൊ എന്താ കൊളോയിഡ് എന്ന് മനസ്സിലായില്ലേ? എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഇസ് മീൻ ബൈ കൊളോയിഡ്. എന്താണ്? Colloid is a heterogeneous system in which one substance is dispersed as very fine particle in another substance called dispersion medium. Okay. അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ ഡിസ്പേഴ്സ്ഡ് ഫേസ്, ഡിസ്പേർഷൻ മീഡിയം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, സ്റ്റാർ സൊല്യൂഷൻ എടുക്കാം. സ്റ്റാർ സൊല്യൂഷനിൽ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്തായിരിക്കും? ഡിസ്പേഴ്സ്ഡ് ഫേസ് സ്റ്റാർച്ച് ആയിരിക്കും, ഡിസ്പേർഷൻ മീഡിയം വാട്ടർ ആയിരിക്കും. മനസ്സിലായില്ലേ? സ്റ്റാർ സൊല്യൂഷൻ ഒരു കൊളോയിഡ് ആണ്, അവിടെ നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് സ്റ്റാർച്ച് വരും, ഡിസ്പേർഷൻ മീഡിയം വാട്ടർ വരും. ഓക്കെ ആണല്ലോ. ഇനി നമ്മളിപ്പോൾ എന്താണ് കൊളോയിഡ് എന്ന് പഠിച്ചു, അതിന് എക്സാമ്പിൾ പഠിച്ചു, അതിലെ 2 പാർട്ടായ ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും ഒക്കെ പഠിച്ചു. ഈ കൊളോയിഡ് എന്ന് പറയുന്ന മിക്സ്ചർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് നമ്മൾ മെയിനായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് പാർട്ടിക്കിൾ സൈസിന്റെ ബേസിലാണ് അല്ലേ? ട്രൂ സൊല്യൂഷനും സസ്പെൻഷൻ്റെയും ഇടയിലുള്ള ഒരു ഫോമാണ് കൊളോയിഡ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡിഫറൻസ് ഒന്ന് വേണമെങ്കിൽ നോക്കാം. ട്രൂ സൊല്യൂഷനിൽ പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ ആണ്. സസ്പെൻഷനിൽ പാർട്ടിക്കിൾ സൈസ് ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ ആണ് അല്ലേ? എന്നാൽ ഇതിൻ്റെ ഇടയിലുള്ള ഭാഗമാണ് കൊളോയിഡ് എന്ന് പറയുന്നത്. എന്താണ്? പാർട്ടിക്കിൾ സൈസ് ഈസ് ഇൻ ബിറ്റ്വീൻ 1 നാനോമീറ്റർ ആൻഡ് 1000 നാനോമീറ്റർ അല്ലെ? 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലായിരിക്കും പാർട്ടിക്കിൾ സൈസ്. അതുപോലെ അടുത്തൊരു ഡിഫറൻസ് പറയാം. എന്താണ്? ട്രൂ സൊല്യൂഷന്റെ കേസിൽ പാർട്ടിക്കിൾ ഡു നോട്ട് സെറ്റിൽ ഡൗൺ അല്ലെ? നമ്മൾ സാൾട്ട് സൊല്യൂഷൻ കുറച്ച് സമയം വെച്ചിരുന്നാൽ അതിലെ സാൾട്ട് താഴെ സെറ്റിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇനി സസ്പെൻഷന്റെ കേസിൽ പാർട്ടിക്കിൾ സെറ്റിൽ ഡൗൺ, പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? താഴെ സെറ്റിൽ ചെയ്യുന്നു. സാൻഡ് ഇൻ വാട്ടർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സാൻഡ് താഴെ സെറ്റിൽ ചെയ്യുന്നു. എന്നാൽ കൊളോയിഡിന്റെ കേസിൽ അവിടെ പാർട്ടിക്കിൾ സൈസ് ട്രൂ സൊല്യൂഷനെക്കാളും കൂടുതലാണ്, എന്നാലും പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നില്ല? സെറ്റിൽ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ പാല് കുറച്ച് സമയം വെച്ചിരുന്നാൽ അതിലെ പാലിലുള്ള ഡിസ്പേഴ്സ്ഡ് ഫേസ് താഴെ സെറ്റിൽ ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ പാർട്ടിക്കിൾ ഡു നോട്ട് സെറ്റിൽ ഡൗൺ. കൊളോയിഡിന്റെ കേസിൽ പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യുന്നില്ല. ഇനി അടുത്തത് ഒരു ട്രൂ സൊല്യൂഷന്റെ കേസിൽ ഇറ്റ് കനോട്ട് ഫിൽറ്റർ ബൈ എനി ഫിൽറ്റർ പേപ്പർ. നമുക്ക് ട്രൂ സൊല്യൂഷന് ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്താൽ അതിലെ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോൾട്ട് സൊല്യൂഷനെ ഫിൽറ്റർ ചെയ്താൽ സോൾട്ട് വേറെ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്നാൽ സസ്പെൻഷന്റെ കേസിൽ നമുക്കൊരു ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലെ സാൻഡ് അല്ലേ, സാൻഡിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ കൊളോയിഡിന്റെ കേസിൽ ഒരു ഓർഡിനറി ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഒരു ഓർഡിനറി ഫിൽറ്റർ പേപ്പർ, ഇപ്പോൾ സ്റ്റാർ സൊല്യൂഷൻ ഒക്കെ ആണെങ്കിൽ ഒരു ഓർഡിനറി ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്യാൻ കഴിയില്ല. എന്നാൽ അൾട്രാ ഫിൽട്രേഷൻ, പ്രത്യേക ചില ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച്, അൾട്രാ ഫിൽറ്റർ പേപ്പറുകൾ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും. എന്നാൽ സാധാരണ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ സസ്പെൻഷന്റെ കേസിലോ ഒരു സാധാരണ ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് തന്നെ നമുക്കതിൻ്റെ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാൻ പറ്റും? ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഇനി ട്രൂ സൊല്യൂഷന്റെ കേസിൽ അടുത്ത ഡിഫറൻസ് നമുക്ക് പറയാം, ഇറ്റ്സ് എ ഹോമോജീനസ് മിക്സ്ചർ. എന്നാൽ സസ്പെൻഷൻ ഹെട്രോജീനസ് ആണ്, അതുപോലെ തന്നെ കൊളോയിഡും ഹെട്രോജീനസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് പറയാനുള്ളത്. ട്രൂ സൊല്യൂഷനിൽ പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്റർ ആണ്, കൊളോയിഡിൽ 1 നാനോമീറ്ററിന്റെയും 1000 നാനോമീറ്ററിന്റെയും ഇടയിലാണ്, സസ്പെൻഷനിൽ 1000 നാനോമീറ്ററിനേക്കാളും കൂടുതലാണ്. ട്രൂ സൊല്യൂഷനിൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യുന്നില്ല, കൊളോയിഡിൽ സെറ്റിൽ ചെയ്യുന്നില്ല, എന്നാൽ സസ്പെൻഷനിൽ സെറ്റിൽ ചെയ്യുന്നു. ട്രൂ സൊല്യൂഷനിൽ പാർട്ടിക്കിൾസിന് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ കഴിയുന്നില്ല, കൊളോയിഡിൽ ഓർഡിനറി ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യാൻ കഴിയില്ല, എന്നാൽ അൾട്രാ ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യാം. സസ്പെൻഷനിൽ ഓർഡിനറി ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. ട്രൂ സൊല്യൂഷൻ ഒരു ഹോമോജീനസ് മിക്സ്ചർ ആണ്, കൊളോയിഡ് ഹെട്രോജീനസ് ആണ്, സസ്പെൻഷനും ഹെട്രോജീനസ് മിക്സ്ചർ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്കതിൻ്റെ ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് ആണ്. കൊളോയിഡ്സിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. ഡിസ്പേഴ്സ്ഡ് ഫേസും മീഡിയവും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ നമുക്ക് അതിലെ പാർട്ടിക്കിൾ സൈസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്.
നമ്മൾ സൊല്യൂഷൻ പഠിച്ചപ്പോൾ അവിടെയും പഠിച്ചു, സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിൽ നമ്മൾ സ്റ്റേറ്റിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു അല്ലേ? 9 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തു, ഓർമ്മയില്ലേ? 9 ഗ്രൂപ്പുകളായിട്ട് നമ്മൾ സൊല്യൂഷനെ ക്ലാസിഫൈ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡിസ്പേഴ്സ്ഡ് ഫേസിൻ്റെയും ഡിസ്പേർഷൻ മീഡിയത്തിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ ബേസിൽ കൊളോയിഡിനെ നമുക്ക് 8 ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, 8 ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അതിലാദ്യം ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും സോളിഡ് ആണെങ്കിൽ, both dispersed phase and dispersion medium are in solid state. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കൊളോയിഡ്സിന് പറയുന്ന പേരാണ് സോളിഡ് സോൾ. എന്താണ്? സോളിഡ് സോൾ. അതിന് എക്സാമ്പിൾ ആണ് കളേർഡ് ഗ്ലാസ്. ഓക്കെ, അപ്പോൾ സോളിഡ് സോളിന് അല്ലെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും സോളിഡ് ഫോമിലുള്ള കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ് കളേർഡ് ഗ്ലാസ്, അതുപോലെ ജം സ്റ്റോൺസ്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡും. ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡുമാണെങ്കിൽ അങ്ങനെയുള്ള കൊളോയിഡ്സിന് പറയുന്ന പേരാണ് സോൾ. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആണ് പെയിന്റ്. പെയിന്റ് നിങ്ങൾ ആലോചിച്ചാൽ അറിയാൻ പറ്റും, അവിടെ ഡിസ്പേർഷൻ മീഡിയം എന്താണ്? ലിക്വിഡാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡുമായ ടൈപ്പ് കൊളോയിഡിന് എക്സാമ്പിൾ ആണ് പെയിന്റ്, അതുപോലെ സെൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം ഗ്യാസും. ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം ഗ്യാസും അങ്ങനെയുള്ള കൊളോയിഡ്സിന് പറയുന്ന പേരാണ് എയറോസോൾ. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് സ്മോക്ക്, ഡസ്റ്റ്. സ്മോക്കും ഡസ്റ്റും ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡും ഡിസ്പേർഷൻ മീഡിയം ഗ്യാസുമായ കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം സോളിഡും. ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ്, ഡിസ്പേർഷൻ മീഡിയം സോളിഡ്, അങ്ങനെയുള്ള കൊളോയിഡ്സിന് പറയുന്ന പേരാണ് ജെല്ല്. ഓക്കെ, ജെൽ. ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം സോളിഡുമായിരിക്കുന്ന കൊളോയിഡിന്റെ പേരാണ് ഡാഷ്, എന്ത്? ജെല്ല്. ഓക്കെ, ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം സോളിഡുമായ കൊളോയിഡ്സിനെ വിളിക്കുന്ന പേരാണ് ജെല്ല്. ഓക്കെ, അത് എക്സാമ്പിൾ ആണ് ചീസ്, അതുപോലെ ജെല്ലീസ്, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വൺ വേർഡ് ആയിട്ടും ഒക്കെ ചോദിക്കാറുള്ളതാണ്, 2 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ് ആണെങ്കിൽ അങ്ങനെയുള്ള കൊളോയിഡ്സിന് പറയുന്ന പേരാണ് എമൽഷൻ. എന്താണ്? എമൽഷൻ. What is mean by emulsion? The colloid in which both the dispersed phase and dispersion medium are in liquid phase. അല്ലേ? ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ലിക്വിഡ് ആണെങ്കിൽ അങ്ങനെയുള്ള കൊളോയിഡ്സിന് പറയുന്ന പേരാണ് എമൽഷൻ. ഓക്കെ, എമൽഷൻ. എമൽഷൻ എക്സാമ്പിൾ ആണ് മിൽക്ക്, ഹെയർ ക്രീം, ബട്ടർ എക്സെട്ര. ഓക്കെ, മിൽക്ക്, ഹെയർ ക്രീം, ബട്ടർ എക്സെട്ര എന്തിന് എക്സാമ്പിൾ ആണ്? എമൽഷന് എക്സാമ്പിൾ ആണ്. ഇനി ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ്, ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ്, ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ്, അങ്ങനെയുള്ള കൊളോയിഡ്സിന് എയറോസോൾ എന്ന് വിളിക്കാം. ഇവിടെ എക്സാമ്പിൾ ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്, ഇൻസെക്ടിസൈഡ് സ്പ്രേ. ഇൻസെക്ടിസൈഡ് എന്ത് ചെയ്യുന്നത്? സ്പ്രേ ചെയ്യുന്നത്. അതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡും ഡിസ്പേർഷൻ മീഡിയം ഗ്യാസുമായ കൊളോയിഡ്സിന് എക്സാമ്പിൾ ആണ്. ഫോഗ്, മിസ്റ്റ്, ക്ലൗഡ്, ഇൻസെക്ടിസൈഡ് സ്പ്രേസ്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസ്, ഡിസ്പേർഷൻ മീഡിയം സോളിഡ്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസ്, ഡിസ്പേർഷൻ മീഡിയം സോളിഡ്, നമുക്ക് സോളിഡ് സോൾ എന്ന് വിളിക്കാം. അത് എക്സാമ്പിൾ ആണ് പ്യൂമിക് സ്റ്റോൺ. എന്താണ് പ്യൂമിക് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ പ്യൂമിക് സ്റ്റോൺ? പിന്നെ സാധാരണ പ്യൂമിക് സ്റ്റോൺ എന്ന് പറയുന്നത് ചില ഈ അഗ്നിപർവ്വതങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന തരം സ്റ്റോൺസിനെയാണ്. സ്കിന്നൊക്കെ സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം സ്റ്റോൺ ആണ് പ്യൂമിക് സ്റ്റോൺ.
അത് ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പേർഷൻ മീഡിയം സോളിഡുമായ തരം കൊളോയിഡിന് എക്സാമ്പിളാണ്. അതുപോലെ ഫോം റബ്ബർ, ഇതൊക്കെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പേർഷൻ മീഡിയം സോളിഡുമായ കൊളോയിഡിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡും. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡുമായ കൊളോയിഡിനെ വിളിക്കുന്ന പേരാണ് ഫോം. ഓക്കെ, ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡും, ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള കൊളോയിഡിനെ വിളിക്കുന്ന പേരാണ് ഫോം. ഓക്കെ, ഇതിന് എക്സാമ്പിളാണ് ഫ്രോത്ത്, വിപ്ഡ് ക്രീം, അതുപോലെ സോപ്പ് ലാദർ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡുമായ കൊളോയിഡിന്, ഫോമിന് എക്സാമ്പിളാണ് ഫ്രോത്ത്, വിപ്പിംഗ് ക്രീം, അതുപോലെ സോപ്പ് ലാദർ. ഇതൊക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ 8 ഗ്രൂപ്പുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസും ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡും ഉണ്ട്. എന്നാൽ ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ഗ്യാസ് ആയ കൊളോയിഡിനെ ഇവിടെ കാണാനില്ല. അതെന്താണ്? ഡിസ്പേഴ്സ്ഡ് ഫേസും ഗ്യാസ്, ഡിസ്പേർഷൻ മീഡിയവും ഗ്യാസ്. അങ്ങനെയാണെങ്കിൽ അതൊരു കൊളോയിഡ് ആയിരിക്കുമോ? അതൊരു ഹോമോജീനസ് മിക്സ്ചർ ആയിരിക്കും അല്ലേ? ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ഗ്യാഷ്യസ് ഫോമിലാണെങ്കിൽ അതൊരു ഹോമോജീനസ് മിക്സ്ചർ ആയിരിക്കും, അത് കൊളോയിഡ് ആയിരിക്കില്ല. അത് എന്തായിരിക്കും? ഒരു സൊല്യൂഷൻ ആയിരിക്കും, ഒരു ട്രൂ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും ഗ്യാഷ്യസ് ഫോമിലുള്ള കൊളോയിഡ് ഇല്ല. നമുക്ക് 8 ഗ്രൂപ്പുകളുള്ളൂ. 8 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. 9ാമത്തെ ഗ്രൂപ്പ് നമുക്ക് കൊളോയിഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി കൊളോയിഡിന്റെ പുതിയൊരു ക്ലാസിഫിക്കേഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.